അനന്തപുരിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വലിയ സർവകലാശാലയുടെ സ്ഥലമല്ലേ അതൊരു സർവകലാശാല. വളർന്നയെ പോലുള്ള അക്ഷസിനെ പോലുള്ള ഉജ്ജയിനിയെ പോലുള്ള മഹത്തായ സർവകലാശാല, ആ സർവകലാശാലയിലുള്ള ഈ സ്ഥലം സർവകലാശാലയുടെ കൂട്ടപ്പെട്ടതാണ്. കണ്ണൂർ സർവകലാശാല നമ്മുടേതാണ്. അതിന് പല ബ്രാഞ്ചുകൾ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആദവനാട് പ്രൊഫസർ മലപ്പുറം ജില്ലയിൽ ആദവനാട് സർവകലാശാല ഉണ്ടായിരുന്നതേ പോലെ ആ ആദവനാട് സർവകലാശാലയിൽ നശിച്ച് മണ്ണാലിക്കും. അത് മാത്രമല്ല, അവിടെ സർവകലാശാല സാധിക്കണം, അത് സാധിക്കണം. നമുക്ക് അഭിമാനം വേണം. നമ്മളാണ് ഈ നാട്ടിൻ്റെ ആൾക്കാർ. ഈ പൈതൃകം നമ്മളുണ്ടാവും എന്നൊരു ബോധം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ പറയുക. പക്ഷേ കഴിഞ്ഞ 70 വർഷമായി നമ്മൾ വലിയ കാര്യം സംസ്കാരത്തെ നാശത്തിലേക്കല്ല, അത് പൂർണ്ണതയിലേക്ക് പോകും സംസ്കാരം എന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ ഇരിക്കുന്ന ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ഡലിയുടെ 41 സാധാരണ 43 ദിവസം പരിപാടി നടത്താന്ന് പറഞ്ഞാൽ അതിന് പറഞ്ഞു എനിക്ക് സാധിക്കില്ല അങ്ങനെ. പക്ഷേ ഈ 41 ദിവസത്തിന് വലിയൊരു മണ്ഡലമാണ്. ഒന്നും പ്രതീക്ഷിച്ചതല്ല. എല്ലാ സമാജത്തെ നമ്മൾ പാടുന്ന എല്ലാ ഭജനകളിലും നോക്കിക്കഴിഞ്ഞാലും എനിക്ക് ഗുണം തരണമേ എന്നുള്ളതാണ്. അതിപക്ഷവും പ്രാർത്ഥിക്കാറുണ്ടാവും പറ്റി. പക്ഷേ ഈ ഇരിക്കുന്ന വയോവൃദ്ധന്മാരുടെ ആൾക്കാരിൽ പലരും പൂജ ചെയ്യുന്നവരും പ്രാർത്ഥിക്കുന്നവർ ആരെങ്കിലും സ്വന്തം കാര്യത്തിനാണ്. ഇതിനായ സ്വാഹ ഇതം നമ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ മുഴുവൻ സമൂഹത്തിനായി സർവേ സുഖിന സർവേ സന്തു നിരാമയ നമ്മൾ നമ്മൾ മുന്നോട്ട് വെച്ച ഒരു സുഭാഷിതമല്ലേ ഓർക്കണ്ടേ? സാധനങ്ങൾ പശുവിനെ കൊണ്ടുള്ള പശുവിന്റെ രക്തവും അതൊക്കെ ഉൾക്കൊള്ളുന്ന സാധനം ഫലവൃക്ഷങ്ങളെ പരോപകാരായ ഫലവൃക്ഷ വൃക്ഷങ്ങൾ മുഴുവൻ ഇന്ന് വെട്ടി നശിപ്പിക്കപ്പെടുന്നു. ആർക്കാണ് നമ്മുടെ പശുവിനെ കൊടുക്കാൻ? പശുവിനെ കൊല്ലാൻ പോകുന്നതിന് തടയാൻ പോകുന്നവരെ വെള്ളം വെച്ചുകൊണ്ട് പശുവിനെ വെട്ടുന്ന റോട്ടിലിട്ട് ഗുരുവായൂർ പറ്റും.